Asianet Family Cook-Off Season 2 powered by ID Fresh Food. ഇതിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. Asianet Family Cook-Off Season 2. ഇന്നത്തെ ടീംസിന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് അറിയാം? എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു കോമ്പിനേഷനാണ് കപ്പയും മുളകും. നിങ്ങൾ കളർ കോർഡിനേറ്റർ ആയിട്ട് പ്ലാൻ ചെയ്തൊന്നുമല്ല? അല്ല അങ്ങനെ പറയല്. അല്ല ശരിക്കല്ല അല്ല കോയിൻസിഡൻസ്. കോയിൻസിഡൻസ്. ഓ പത്രം മലപ്പുറത്തുള്ള ഒരു അമ്മയും മോളെയാണ് ഇന്ന് നമുക്ക് ടീം കപ്പയിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. ആരെയും കോംപ്ലിമെന്റ് ചെയ്യാറുണ്ട്? എല്ലാവരും കോംപ്ലിമെന്റ് ചെയ്യാറുണ്ടായിരിക്കും അല്ലെ? ലൈക് സിസ്റ്റേഴ്സ് ആണെന്ന് പറയാറുണ്ട്. അത് ഇഷ്ടമാണോ? ചെറുതായിട്ട് സ്നേഹം ഉണ്ടാവും, പക്ഷേ എന്താ മറ്റുള്ള പേരൻസിനെക്കാൾ വെച്ച് നോക്കുമ്പോൾ ഐ ഫീൽ ഹാപ്പി. യു ഫീൽ ഹാപ്പി. എനിവേസ് ആ ഒരു കോർഡിനേഷനും ഈ ഒരു എന്താ പറയാ ഇതെല്ലാം hopefully it will help in your cooking as well. Yeah. So now it's time to call our Molgu team. നമുക്ക് പരിചയപ്പെടാം. From team Molgu we have got Shijil and Girija. Welcome. എന്തുണ്ട് ഷിജിലെ വിശേഷം? സുഖമായിരിക്കുന്നു. സുഖമായിട്ടിരിക്കുന്നു. ഷിജിൽ എന്താ ചെയ്യുന്നത്? ഞാനിപ്പം റെസ്റ്റോറൻറ്റ് വർക്ക് ചെയ്യാണ്. റെസ്റ്റോറൻറ്റ് എത്ര വർഷമായി? 7 കൊല്ലം. 7 കൊല്ലമായി. ഷെഫിലായിട്ട് ഒരു 1-2 വർഷമായിട്ടുള്ളൂ. 1-2 വർഷമായിട്ടുള്ളൂ. So how is your journey as a chef? So very nice. Actually it was my passion to be a chef. സോ റൈറ്റ് പ്ലേസിലാണ് എത്തിയിരിക്കുന്നത് കോമ്പീറ്റ് ചെയ്യാനായിട്ട് അല്ലേ? ഇതാണ് ഷെഫ് ആയിട്ടല്ല, കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടി ഗോട്ട് വൺ മോർ ടീം ഹിയർ. It's not my team. So friends like It's like family. Okay. ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. നേരത്തെ പറഞ്ഞ വാക്കുകൾ തിരിച്ചെടുത്തു. ഈ പറഞ്ഞ വാക്കുകൾ നമ്മുടെ എപ്പിസോഡ് എൻഡ് വരെ കാണും കേട്ടോ. അപ്പം റസീദ, നമ്മൾ കിച്ചണിൽ കയറുന്ന മുന്നേ സാധനം എന്താ ചെയ്യാറുള്ള? സാധാരണ കൈ കഴുകും. വെരി റൈറ്റ്. ദാറ്റ്സ് വാട്ട് ഐ ആക്ച്വലി എക്സ്പെക്ടിങ്. അപ്പോൾ നമുക്ക് കൈ കഴുകിയിട്ട് നമ്മുടെ അങ്കത്തട്ടിലേക്ക് കയറാം അല്ലേ? You have to wash your hands. Lifebuoy hand wash, which will give you clean, germ-free hands. Welcome back to Lifebuoy presents Asianet Family Cook-Off Season 2 powered by ID Fresh Food. ഇന്നത്തെ എപ്പിസോഡിൽ രണ്ട് ടീംസും സ്ട്രോങ് ആണ്. കാരണം രണ്ടുപേരും ഭയങ്കര പാഷനറ്റ് ആണ്. ഐ വാസ് ടോക്കിംഗ് ടു യു ഗൈസ്. എനിക്ക് മനസ്സിലായത് ഒരാൾ ഹോം സയൻസ് BSc ഹോം സയൻസ് ആൻഡ് working as a chef. അതല്ലാതെ കൂടെയുള്ള കോ പാർട്ട്നേഴ്സ് ആണെങ്കിലും വെരി സ്ട്രോങ് ഷെഫ്സ് ആണ് അല്ലേ? ദാറ്റ്സ് വാട്ട്. ഇന്നത്തെ കുറച്ച് എന്താ പറയാ ഒരു നല്ലൊരു അടിയന്നെ ഉണ്ടാവും. ഫ്രണ്ട്ലി മാച്ച് ആയിരിക്കുമോ? ഫ്രണ്ട്ലി മാച്ച് ആയിരിക്കും. കാരണം നമ്മൾ വന്നിട്ട് ഒരുപാട് തരാം അല്ലേ? നമ്മൾ ഓൾറെഡി ലുക്കിംഗ് ഫോർവേഡ് ടു. അപ്പോൾ നിങ്ങൾ ഇന്ന് എന്താണ് ചെയ്യേണ്ടത് എന്ന് അറിയണമെങ്കിൽ we need to welcome our chef Mr. Sinu Chandran. Hi chef. Chef, two strong teams ആണുള്ളത്. This is team മുളക് and this is team കപ്പ. ഓക്കേ. പേര് ഇഷ്ടപ്പെട്ടോ? പിന്നെ നല്ലതല്ലേ? ആരാ മുളക് ആരാ? നമ്മള് ആണല്ലേ? ആണോ? കുറച്ചൊരു എരിവ് വരാം. ഓക്കേ. ഗുഡ്. അപ്പോൾ what's next? അതെ. അപ്പം എന്താണ് ഇവരിന്ന് ചെയ്യേണ്ടത്? What they should do in our today's episode? Absolutely. ഇത് നമ്മുടെ റൗണ്ട് 1 ആണ്. അപ്പോൾ കുറച്ച് നാടൻ നമ്മൾ കുറേ ബിരിയാണി ചിക്കനൊക്കെ ഉണ്ടാക്കി മടുത്തിരിക്കുന്ന സിറ്റുവേഷൻ അല്ലേ? സോ ലെറ്റ്സ് ഗോ ബാക്ക് ടു അവർ ബേസിക്സ്. നമ്മുടെ പണ്ട് നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാക്കിയിട്ടിരുന്ന സിമ്പിൾ ആയിട്ടുള്ള എന്നാൽ സ്കിൽ ആവശ്യമായിട്ടുള്ള നല്ല ഫുഡുകൾ. അപ്പോൾ അതിലൊന്നാണ് നമ്മുടെ ഫേവറേറ്റ് ആണ് കപ്പ അല്ലേ? കപ്പ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും നമ്മൾ റെസ്റ്റോറൻറ്റ് പോയി കഴിക്കുന്ന സാധനം അല്ലേ? അപ്പോൾ ആ കപ്പയിൽ നിന്നൊക്കെ നമുക്ക് എന്താണ് വെറൈറ്റി ചെയ്യാൻ പറ്റാൻ നോക്കുക. കപ്പയുടെ കൂടെ ഞാൻ തരുന്നത് ഉണക്ക ചെമ്മീനായിരിക്കും. അവിടെ ചെറിയൊരു ട്വിസ്റ്റ് കാണും. ഷുവർ നമ്മൾ ഇപ്പം ആൾക്കാർ മറന്നുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് അത്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ചെമ്മീൻ്റെ മണം കേട്ടാൽ മതി ചോറ് ഞാൻ വലിയ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ അത് മണം കേൾക്കാൻ പറ്റില്ല. ആൾക്കാർക്ക് ഭയങ്കര ഫീലാവും അല്ലേ? നമ്മൾ മിഡിലീസ്റ്റൊക്കെ നമ്മുടെ മണം അവർക്ക് പ്രശ്നമാവും. പക്ഷെ ഇവിടെ കുഴപ്പമില്ല. കപ്പേൻ്റെ അരപ്പല്ലും ഭാവം പറഞ്ഞ് ചെമ്മീൻ പോകുന്നത് കുഴപ്പമില്ല. അത് രണ്ടോട് മിക്സ് ചെയ്ത് ഒരു അടിപൊളി സാധനം ഉണ്ടാക്കുക ഇൻ 1 hour. ഓക്കെ. അപ്പോൾ ആ 1 hour എന്താ ഉണ്ടാക്കാൻ പോകുന്നത് പെട്ടെന്ന് നിങ്ങൾ ഞാൻ ഐം ഷുവർ ഇറ്റ് വിൽ ടേക്ക് സം ടൈം ഫോർ യു ടു പ്ലാൻ. അപ്പോൾ ഒരു 10 മിനിറ്റ് എടുത്ത് ടീം യു ഡിസൈഡ്
എന്താ ചെയ്യാൻ പോകുന്നത് എന്നിട്ട് ഒന്ന് ഡിസൈഡ് ആയി കഴിയുമ്പോൾ പ്ലീസ് റൈറ്റ് ഡൗൺ ഇൻ എ പീസ് ഓഫ് പേപ്പർ നിങ്ങളുടെ റെസിപ്പി അല്ലെ ഡിഷിൻ്റെ പേര് എന്താണ്. സോ ദാറ്റ് ഞങ്ങളുടെ വ്യൂവേഴ്സ് എപ്പോഴും പറയുന്നതാണ് നിങ്ങൾ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഡിഷ് ഉണ്ടാകുമ്പോൾ റെസിപ്പി സാധാരണ മിസ് ആവാറുണ്ട്. സോ ദിസ് ടൈം വി വോണ്ട് ടു ഗിവ് ദം ദാറ്റ് ബ്യൂട്ടിഫുൾ റെസിപ്പി അല്ലേ. അപ്പോൾ സൂപ്പർ എക്സൈറ്റഡ് അല്ലേ? യെസ്. സോ ലെറ്റ്സ് ഡു ഇറ്റ്. Yes. Please. So 10 minutes on that. Just start with the preparation. Yeah. Thank you. All the best. All the best. All the best. So it's time for us to take a very short break in Lifebuoy Presents Asianet Family Cook-Off Season 2 powered by. Welcome back to Lifebuoy Presents Asianet Family Cook-Off Season 2 powered by ID Fresh Food. നമ്മൾ ബ്രേക്കിന് മുന്നേ ഇവർക്ക് ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ലിസ്റ്റ് ഔട്ട് വാട്ട് യു വാണ്ട്. അല്ലെ, ഇന്ന് കുക്ക് ചെയ്യാനായിട്ട് എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് വേണ്ടതെന്നുള്ളത്. ഇപ്പൊ കാണുമ്പോൾ ഒരു പച്ചക്കറി തോട്ടത്തിലേക്ക് നോക്കുന്ന പോലില്ലേ? ഷെഫിന് എന്ത് തോന്നുന്നു? അല്ല, ലുക്സ് ഗുഡ്. ഞാൻ നിങ്ങളുടെ ലിസ്റ്റ് നോക്കി കണ്ടു. എനിക്ക് ഐ ഹാവ് ക്വൈറ്റ് ഫെയർ ഐഡിയ. ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഡിഷാണ് നിങ്ങൾ രണ്ടുപേരും ഡിസൈഡ് ചെയ്തിരിക്കുന്നത്. പറഞ്ഞ പോലെ തന്നെ എഴുതിയ പോലെ തന്നെ നിങ്ങൾക്ക് അത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഓക്കെ, സോ എൻജോയ് ദ മൊമെന്റ്, ബി കെയർഫുൾ, ഹാവ് ഫൺ. രണ്ടൊരു ഐഡിയാസ് ഷെയർ ചെയ്ത് നല്ല രീതിയിൽ നല്ല ഡിഷ് പ്രിപ്പയർ ചെയ്യും. I need to add to that, chef. ഞാൻ നമ്മുടെ ബ്രേക്കിൽ തൊട്ട് മുന്നേ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തംസ് ഒക്കെ കൊടുത്തിട്ട് it was like a very good sports spirit. It was very nice. That's wonderful. നമ്മളൊരു ഷോ വരുമ്പോൾ it's just like a family, so you share good moments and then ഇവിടുന്ന് പോകുമ്പോൾ it's not winning or losing, it's just sharing the experience. Exactly. So we are one family who cooks together and have fun together. So your time starts now for 1 hour. All the best. Thank you.
പ്രിപ്പയർ ചെയ്യുന്ന പ്രസിദ്ധ? ഇവിടെ ഒരു സ്റ്റാർട്ടറാണ്. സ്റ്റാർട്ടോ? മെയിൻ കോഴ്സ് ഒക്കെ എപ്പോഴത്തേക്കാവും? എല്ലാം ആയിക്കൊണ്ടിരിക്കുന്നു. എല്ലാം ആയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെയോ? സ്റ്റാർട്ടർ ഓൾറെഡി വർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, മെയിൻ കോഴ്സ് ഓൾറെഡി കപ്പ തരാനുണ്ട്. വെരി ഗുഡ്. അപ്പൊ ഈ സെയിം സ്പീഡിൽ തന്നെ മുന്നോട്ട് പോവാ. ഐ എം ഷുവർ യു ഗൈസ് വിൽ ബി ഏബിൾ ടു ഫിനിഷ് ഇറ്റ് ഓൺ ടൈം. ഓൾ ദി വെരി ബെസ്റ്റ് വൺസ് അഗൈൻ. യാ, ഗുഡ് ലക്ക്. ഹലോ, എവിടെയായി? എല്ലാവരും വേറെ എന്തൊക്കെയാണ്, പക്ഷേ ഇങ്ങനെ ഓൾമോസ്റ്റ് ഒക്കെ എനിക്ക് കാണാം, ഓൾമോസ്റ്റ് റെഡി ആയല്ലേ? അപ്പോൾ ഐ കൻ ഗിവ് യു 15 more minutes. അതുകൊണ്ട് തീർക്കണം. പിന്നെ അറ്റ് ദ സെയിം ടൈം നിങ്ങളുടെ ഏരിയ ഭയങ്കര ഡേർട്ടി ആണ്, അത് കുറച്ചൊന്ന് ക്ലീൻ ചെയ്തൊന്ന് ടൈഡിയൊക്കെ വെക്കുക. ബിക്കോസ് യു ആർ ലൈക്ക് റിയൽ ഗുഡ് ഷെഫ്സ്. നമ്മൾ ചുമ്മാതെ ആഹാരം ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് 2 ആൾക്കാർ മനസ്സിലാവും. 1 hour is like too much. ഓക്കെ, വീട്ടിലൊക്കെ വന്നാൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും അല്ലേ? അപ്പോൾ അങ്ങനെ വിചാരിക്കാം. എൻജോയ് and have a good time. 15 minutes, I'll come back and then we'll have tasting. All right? Good luck. ഞാൻ നോക്കിക്കൊള്ളാം. ഉപ്പിട്ട് നോക്കി സോസിൽ നോക്കിയിട്ടുണ്ട്. മോനെന്ത് ഇതൊക്കെ എടുക്കുക? അത് ചെമ്മീൻ എടുക്കാൻ വേണ്ടി വെച്ചാ. ടീം കപ്പ ആൻഡ് മുളക് കൗണ്ട് ഡൗൺ ഉള്ള സമയമാണ്. And it's 5, 4, 3, 2, 1. Hands off. Hands off. Hands off. Good job. Good job. I can see some good results. Actually, നിങ്ങൾ ഹാപ്പിയാണോ? കുഴപ്പമില്ല, അത്യാവശ്യം. കുഴപ്പമില്ല. ഒരു മിനിറ്റ് കൂടെ കിട്ടിയാൽ മോർ ഹാപ്പി. അതെപ്പോഴും അങ്ങനെയാണല്ലോ. പക്ഷെ ആ ഒരു മിനിറ്റ് ഇല്ല, അതാണ് സമയത്തിന്റെ വില. അപ്പൊ നമ്മളത് കറക്റ്റ് പ്ലാനിങ് ചെയ്തിരുന്നെങ്കിൽ ഫിനിഷ്ഡ് ആ ഒരു മിനിറ്റിന് മുന്നേ തീർക്കായിരുന്നു അല്ലേ? ഇറ്റ്സ് ഓക്കെ. ഗുഡ് ജോബ്. ഇനിയിപ്പം ക്ലീനിങ് ഉള്ള സമയമാണ്. സോ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഷെഫിനെ വിളിക്കാം ഫോർ ദി ടേസ്റ്റിംഗ്. എക്സൈറ്റഡ്? യാ, ഓക്കെ. സോ സ്റ്റാർട്ട്. Asian family cook-off. Welcome back to Lifebuoy Presents Asianet Family Cook-Off Season 2 powered by ID Fresh Food. നമ്മുടെ ടീം കപ്പ ആൻഡ് മുളക് പ്ലേറ്റിംഗ് എല്ലാം ചെയ്തിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കാണ് for the chef, right? And that means it's time for tasting. Chef Sinu. Thank you. Wow. Looks beautiful. And how was the experience? എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു. നല്ലപോലെ പെർഫോം ചെയ്യാൻ കഴിഞ്ഞോ? ആ, കഴിഞ്ഞു. കുഴപ്പമില്ല. സമയം കുറച്ച് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ തകർത്തേനെ. എവറി ടൈം കിട്ടിയ സമയം കൊണ്ട് മാക്സിമം ചെയ്തിട്ടുണ്ട്. ശരി, അതാണ് വേണ്ടത്. അപ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയോ? ഞാൻ നല്ല പ്രോഡക്റ്റ് ആണ് ചെയ്തെന്ന് തോന്നുന്നുണ്ടോ? അതായത് മോർ ഇമ്പോർട്ടൻറ്റ്. ബാക്കി ഞാൻ എന്ത് പറയുന്നത് സെക്കൻഡറി. ഓക്കെ, ഫോട്ടോ വോട്ട് ചെയ്യും. സെയിം. അത്യാവശ്യം ടൈം കുറവായിരുന്നു എങ്കിലും ഇന്ത്യ വെച്ചിട്ട് നമ്മൾ പറ്റണ പോലെ ചെയ്തു. അതാണ് വേണ്ടത്. ചെയ്യാൻ പറ്റില്ലല്ലോ, പറ്റോ? അപ്പോൾ ടേസ്റ്റിംഗ് ചെയ്യാല്ലേ? ആദ്യം നമുക്ക് കപ്പയിൽ സ്റ്റാർട്ട് ചെയ്താലോ? കപ്പയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, കപ്പ ഇൻഗ്രീഡിയൻറ്റ് കിട്ടിയപ്പോൾ എന്താ തോന്നിയത്? What do you think? That you can do it or it is difficult? അല്ല, കപ്പ ഒക്കെ ആയിരുന്നു. പക്ഷേ ഉണക്കച്ചെമ്മീൻ അതാണ്. ഫസ്റ്റ് ടൈം ആണ് ട്രൈ ചെയ്യുന്നത് ആണ്. സോ ഹൗസ് ദാറ്റ് എക്സ്പീരിയൻസ്? ഓക്കെ, ഇറ്റ് വാസ് ഗുഡ്, നോട്ട് ബാഡ്. അമ്മ ട്രൈ ചെയ്ത് കാണുമല്ലോ അല്ലേ? അമ്മ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ അമ്മ എന്തോ പറഞ്ഞു കണ്ടപ്പോ? ഇതുപോലെയൊക്കെയാണോ ഉണക്കച്ചെമ്മീൻ സാധാരണ പ്രിപ്പയർ ചെയ്യുന്നല്ലോ? എനിക്കറിയില്ല, വെറൈറ്റി ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന എനിക്കറിയില്ല. നാടൻ സ്റ്റൈലാണ് അമ്മ ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. Pretty happy. Something cute. So let me start with the soup. ഇതിനകത്തും ചെമ്മീൻ ഇട്ടിട്ടുണ്ടോ? കപ്പ ചെമ്മീൻ സൂപ്പാണ്. ഓക്കെ, വാട്ട് ഈസ് ദിസ്? ഇത് മെയിൻ കോഴ്സ് ആണ്. അത് മാഷ്ഡ് കപ്പ വിത്ത് ഒരു സോൾട്ടഡ് പ്രോൺസ്.
sauce, fried. ഒരു ഏഷ്യൻ ഫ്ലേവർ അല്ലേ? എനിക്ക് അവരുടെ ചങ്കിടപ്പ് ഇവിടെ നിന്ന് കേൾക്കാം. അതുപോലെ തന്നെയാണോ? അത് ഇവിടുത്തെ ഉണ്ട്, അവിടുത്തെ മറ്റുള്ളവരുടെ കൂടി ഒന്നിച്ച് കേൾക്കാം. Okay. So now team murder. Yes. What is the soup? കപ്പ. അത് നമ്മുടെ കപ്പയുടെ ബാക്കി വന്ന വാട്ടറല്ലേ, Okay. സ്റ്റേജ് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന വാട്ടർ, അതുപോലെ ബാക്കി വന്ന വെജിറ്റബിൾസ് അത് വേസ്റ്റ് ഒരു കപ്പയുടെ സ്റ്റോക്ക് നിങ്ങൾ യൂസ് ചെയ്യുന്ന പറയാം അല്ലേ? ഓക്കെ, ഗുഡ് തോട്ട്. What about this? ഇത് കപ്പ ഒരു അടയാണ് ഉദ്ദേശിച്ചത്. ഫോയിൽ വെച്ച് നമ്മളത് അട പൊടിച്ചത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ചെമ്മീൻ വെറും ഒരു ഉള്ളി മസാലയാക്കിയിട്ട് ഗരം മസാല മാത്രം ഇട്ട് ചെമ്മീൻ ഇത് The sauce and the അത് പിന്നെ കേട വരുന്നത് കേടാത്ത മിൻറ്റ് ഒനിയൻ നല്ല ഫ്ലേവറുള്ള കുക്കുമ്പറുണ്ട്. കപ്പയ്ക്കകത്തോട്ട് ഇറങ്ങണം. കപ്പ കത്തിട്ടാണ് കപ്പ അട. ചെമ്മീൻ ചമ്മന്തി. ഒരു അപ്പറ്റീസർ പോലെ. ഇത് കോഴിക്കാലം എന്ന് പറയും. നമ്മുടെ നാട്ടിൽ കോഴി ഇല്ലാണ്ട് കോഴി ഇല്ലാണ്ടുള്ള കോഴിക്കാല്. ഇത് പറ്റിയതാണ്. നമുക്ക് കുട്ടികളെല്ലാം പറ്റിക്കാലോ, വെജിറ്റബിൾ കഴിക്കാലോ. ഞാൻ കുട്ടിയല്ലോ. ഇപ്പൊ ഞാൻ നിങ്ങളുടെ വീട്ടിൽ വരികയാണ്, നിങ്ങൾ എന്താണ് പിന്നെ എനിക്ക് സ്പെഷ്യൽ ഷെഫിനായിട്ട് ഞങ്ങൾ സ്പെഷ്യൽ കോഴിക്കാല. കോഴി എന്ന് പറയുന്നില്ല, കോഴിനെ പറയുന്നത്. അത് ഏതാണ്ട് കാണുമ്പോൾ കോഴിയുടെ കാല് പോലെ തോന്നും. പക്ഷെ അതിൽ വിഷമിച്ച് പോകും. സംഭവം എന്താണെന്ന് വെച്ചാൽ വെജിറ്റേറിയൻ യൂസ് ചെയ്യുന്നവർക്ക് മാത്രം കഴിക്കുന്നവർക്ക് ഇത് കഴിക്കും. ഏത് നാട്ടിൽ ഇത് പറയുന്ന കോഴിക്കാലം? കണ്ടോ? ഇത് നാട്ടിൽ വൈകുന്നേരം Yeah, indeed. Very interesting. രണ്ട് ടീമും നല്ല പോലെ ക്രിയേറ്റിവിറ്റി യൂസ് ചെയ്തിട്ടുണ്ട്. Taste is also very much balanced in both sides. എനിക്ക് പറ്റുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ I cannot find big faults in both the teams. Again, as usual, രണ്ട് strong team in front of me, making my life difficult. ഭയങ്കരമായിട്ട് ഞാൻ ആലോചിക്കുകയാണ്. അപ്പോൾ ചെറിയ ചെറിയ പോയിന്റ്സ് ഡെഫിനറ്റ്ലി മനസ്സിൽ വരും. Then based on that, yes, I have the result with me and great. we can share as soon as possible. Cool. So let's move on to the result. Lifebuoy presents Asianet Family Cook-Off Season 2 powered by ID Fresh Foodന്റെ റിസൾട്ട്സ് പറയാനുള്ള സമയമാണ്. ഈ ഒരു ചിരി ത്രൂ ഔട്ട് ഉണ്ടാവണം കേട്ടോ. നിങ്ങൾ ഇന്ന് പറഞ്ഞിട്ട് ആരുണ്ട് ത്രൂ ഔട്ട് എപ്പിസോഡ്? ആക്ച്വലി ഞാൻ വേറെ ആരും പറഞ്ഞു കേട്ടിട്ടില്ല. ഇറ്റ്സ് മോർ ഓഫ് ലൈക്ക് എ ഫ്രണ്ട്ലി മാച്ച് അല്ലേ? നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. വി ആർ ഫാമിലി. ആര് ജയിച്ചാലും നിങ്ങൾ രണ്ടുപേരും ഹാപ്പിയാണ് ആണല്ലോ. എനിക്ക് വയ്യ. ഈ പറഞ്ഞ ഗ്യാപ്പിലൊക്കെ ആൻസർ. റിസൾട്ട് വന്നതിനേക്കാൾ മുമ്പ് നമ്മൾ ആദ്യം പറയേണ്ടത് എന്തുകൊണ്ട്, എന്തായിരുന്നു അവിടുത്തെ സ്പെഷ്യാലിറ്റി, എന്താണ് നിങ്ങൾ പ്രത്യേകിച്ച് നല്ലതായിട്ട് ചെയ്തത്? ഒരാൾ ഡെഫിനറ്റ്ലി വിന്നറാണെങ്കിൽ അടുത്ത ആൾ കുറച്ച് പുതുതായിട്ടുള്ള സാധനങ്ങൾ എന്തെങ്കിലും ലേൺ ചെയ്തിട്ട് പോകാന്നുള്ളതാണ് എൻ്റെ ഒരു ഫീലിംഗ് അല്ലേ? സോ നിങ്ങൾ രണ്ടുപേരുടെ കുക്കിങ്ങിൽ നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ടേസ്റ്റ് presentation was there. കുറച്ച് creativity was little high on one side and the other part was little less. അതായിരുന്നു ഞാൻ കണ്ട ഒരു മേജർ ആയിട്ടുള്ള ഒരു ഡിഫറൻസ്. ഫുഡ് ടേസ്റ്റ് വൈസ് വാസ് ആബ്സൊല്യൂട്ട്ലി വണ്ടർഫുൾ. രണ്ടുപേരും സൂപ്പർ ആയിട്ടുള്ള ഫുഡാണ് ഉണ്ടായിരുന്നത്. ഒരു ഫുഡും എനിക്ക് മാറ്റിയെടുക്കാൻ പറ്റിയില്ല. ആൻഡ് ദ യൂട്ടിലൈസേഷൻ വാസ് പെർഫെക്റ്റ്. ലൈക്ക് ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ക്രീമി സൂപ്പ് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഗിരിജ മീഡ് ലൈറ്റ് സൂപ്പ് വിത്ത് ലിക്വിഡ് അല്ലേ? അപ്പോൾ അതൊക്കെ ഭയങ്കരമായിട്ട് അത് വളരെ ഒരു സാധാരണ വീട്ടിലൊരാൾ കുക്ക് ചെയ്യുന്ന ആൾക്കാർ അങ്ങനെ ചെയ്യാൻ വളരെ കുറവാണ് അങ്ങനത്തെ ഐഡിയാസ് ഒക്കെ. അപ്പോൾ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ നല്ലതായിട്ട് യൂട്ടിലൈസ് ചെയ്തു. പ്ലസ് ഇന്നോവേഷൻ പാർട്ട് വന്നപ്പോൾ എനിക്ക് തോന്നുന്നു
ഒരാൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുണ്ട്, കുറച്ച് മാറി നിൽക്കുന്നു, കുറച്ച് ഒരു പോയിന്റ് ഫ്രണ്ടിൽ നിൽക്കുന്നു എനിക്ക് തോന്നി. അപ്പോൾ ഓക്കെ ദിസ് ടൈം വി ഷുഡ് ഗിവ് ദ ട്രിബ്യൂട്ട് ടു ദാറ്റ് ടീം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വിന്നർ ആയിട്ട് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് പ്രസീത ആൻഡ് ദേവിക. നിങ്ങളുടെ ടീം വിൻ ചെയ്തിട്ട് ഇത്ര ഹാപ്പി ആയിരിക്കും എന്റെ ഇപ്പൊ ചെയ്യുന്ന ടീമാണ്. ഐ എം സോ പ്രൗഡ് ഓഫ് യു ഗൈസ്. വിദ്യാർത്ഥിനെക്കാട്ടും കൂടുതൽ പാർട്ടിസിപ്പേറ്റ് Keep up that attitude throughout, yeah? Okay. ഒരു ടീം നമ്മളെ ഇന്ന് വിട്ട് പോവുകയാണ്, but I never saw them sad or anything. That's a good attitude. I'm very happy to give ID Fresh Food തരുന്ന ഒരു gift hamper ആണ്. Of all the very best. Definitely you guys will reach heights, yeah? Okay, so ഇതോടെ ഇന്നത്തെ ഒരു വെരി ഫൺ എപ്പിസോഡ് ആയിരുന്നു. We had lots of fun, lots of cheerful joy. atmosphere. Exactly. So ഇന്നത്തെ ഈ എപ്പിസോഡ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമാണ്, and let's say goodbye. Yeah? So it's Life Boy presents Asianet Family Cook-Off Season 2 powered by ID Fresh Food. കപ്പയും ഉണക്കച്ചെമ്മീനും എന്ന് പറയുമ്പോൾ നമുക്ക് യൂഷ്വലി ഒരു നാടൻ എന്തെങ്കിലും ഐറ്റംസ് ആണ് അറിയുള്ളായിരുന്നു. പിന്നെ അത് ചൈനീസ് ഒക്കെ അങ്ങനെ ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം കപ്പ ആൻഡ് ഉണക്കച്ചെമ്മീൻ ഞാൻ ഇതുവരെ കഴിച്ചിട്ടോ ഉണ്ടാക്കിയിട്ടോ ഒന്നുമില്ല. അങ്ങനെ നമ്മൾ കാമായി നമ്മൾ ചിന്തിച്ചപ്പോൾ കുറച്ച് ഐഡിയാസൊക്കെ കിട്ടിയ കുഴപ്പമില്ല. കാരണം കപ്പയും ചെമ്മീനും നമുക്ക് ചമ്മന്തിയാക്കി എങ്ങനെയാലും കഴിക്കാനുള്ളതുള്ള ഒരു നല്ല കോമ്പിനേഷൻ തന്നെയാണ്. പിന്നെ നമ്മൾ ഉണ്ടാക്കിയതും കുഴപ്പമില്ലാന്ന് തോന്നി. അപ്പം നമുക്ക് അറിയുന്ന സംഭവം തന്നെയാണ് കപ്പയും ചെമ്മീനും. നമ്മൾ നാടനായിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ആദ്യമായിട്ട് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും തോന്നിയത്. കുഴപ്പമില്ലാതെ ചെയ്യാൻ പറ്റും.